ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മളെ അക്കൗണ്ടിൻ്റെ ഒരു കളക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കുറേ പേര് ഇപ്പോൾ കളക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കും നമ്മളെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നമ്മൾ സ്പിന്നിങ് വീഡിയോ ആയിട്ട് വരുമ്പോൾ കുറേ പേര് ചെയ്യിക്കുന്നുണ്ട് ബ്രോയുടെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ ചെയ്യുന്നതൊക്കെ. എൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടായിട്ടാണ് അവന്മാരെ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കളക്ഷൻ വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി പറഞ്ഞല്ലോ. വലിയ രീതിക്കുള്ള കളക്ഷനൊന്നും ഇല്ല, ഇതൊന്നും ഡൗൺലോഡും കൂടി ഇല്ല. അത് എൻ്റെ ഫോണിൻ്റെ സീനും കൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ആക്കേണ്ടി വെച്ചിരിക്കണത്. സംഭവം എല്ലാതും കൂടി ഡൗൺലോഡ് ആക്കിയ ഫോൺ കിടന്ന് കത്തും. ഗൈസ്, എൻ്റെ ഫോൺ അത്ര വലിയ ഡിവൈസ് ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് ഇതൊന്നും ഡൗൺലോഡ് ആക്കി വെച്ചിട്ടില്ല. നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് നോക്ക് കണ്ടു ഗൈസ്. ഇതൊക്കെ അധികം ഞാൻ ഈ അക്കൗണ്ടിൽ അധികം ക്യാഷും പൊട്ടിക്കാറില്ല. ഇപ്പം അടുത്താണ് ഞാൻ ഇതിലൊക്കെ ക്യാഷ് പൊട്ടിച്ചവരൊന്നും എടുക്കൽ തുടങ്ങിയത്. പണ്ടൊന്നും ഞാൻ തീരെ ഒന്നും ചെയ്യാറൊന്നുമില്ല, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾക്ക് യൂട്യൂബിൻ്റെ ഫണ്ടുകളിലൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് ഒരു പുതിയ ഡിവൈസും കാണാനൊക്കെ ഇറക്കാൻ. നമ്മളെ ഫണ്ടുകളിലൊക്കെ ഇപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത മാസത്തെ റവന്യൂ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഫുള്ളായിട്ടിരുന്ന് കണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കമൻ്റൊക്കെ ഇട്ട് ലൈക്ക് അടിച്ച് വേണ്ടിയവർക്ക് ഒരു എന്തിനു കഴിച്ച് നമ്മളെ ഈ ഒരു സൂപ്പർ ചാറ്റ് ചെയ്യണ പോലെ തന്നെ ഇതിലൊരു സൂപ്പർ സ്റ്റിക്കർ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വേണ്ടിയവർക്ക് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കാട്ടാ, വേണ്ടിയവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് നമ്മൾ സഹായിക്കാനാണ്. അപ്പോൾ നമ്മളെ ഹെയറിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ മാസ്ക് ആണ്. മാസ്കിലും ഞാൻ അധികമൊന്നും ഡയമണ്ട് കൊടുത്ത് എടുത്തിട്ടില്ല. ഞാൻ ആ സ്റ്റാർ ആക്കിയിട്ടുള്ളത് മാത്രമാണ് ഡയമണ്ട് ഒട്ടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കോളനിയാണ് കേസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതും പിന്നെ എന്തെങ്കിലും ഇവൻ്റൊക്കെ കംപ്ലീറ്റ് ആക്കി കിട്ടുന്നതാണ്. പിന്നെ കേസ് ഞാൻ ഈ വീഡിയോയിൽ ഒരു റെഡിയും കോഡും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയാനുള്ള കാരണം ഫസ്റ്റ് പറഞ്ഞാൽ അതിപ്പോൾ പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു നേരം വീഡിയോ കണ്ടിരിക്കണവർക്ക് ചിലപ്പോൾ റെഡിയും കൂടി കിട്ടും. ഈ ഒരു കാര്യം പറഞ്ഞത് ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി സ്കിപ്പ് അടിച്ചിരുന്ന് കാണും ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഈ 1 മിനിറ്റ് വരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാസ്കും ഫേസ് പ്രിൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ ഡയമണ്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെ 2 ബുയാപാസിത്തെ ബണ്ടിലാണ് ഫസ്റ്റ് എടുക്കണത്. പിന്നെ നമ്മൾ മാജിക് ക്യൂബ് വഴിയും പിന്നെ നല്ല ലുക്കുള്ള ബണ്ടിൽസ് കാണലൊക്കെയാണ് നമ്മൾ ഷെയറാക്കിയിട്ടുള്ളത്. പിന്നെ അധികമൊന്നും ഇല്ല കേസ്, ഇതിലധികമൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും വലിയ കളക്ഷനൊക്കെ ഉള്ളതാണെന്ന് ഞാൻ ഇപ്പോൾ അടുത്താണ് കേസ് സ്പിന്നിങ് വീഡിയോ ഞാൻ കൂടുതൽ ഇമോട്ടുകളാണ് എടുക്കാറുള്ളത്. സംഭവം ഇമോട്ടിൻ്റെ കളക്ഷൻ കൂട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നമ്മൾ കോസ്റ്റ്യൂം എടുക്കാറുണ്ട് കേട്ടോ, അത് അധികമൊന്നും എടുക്കാറില്ല എന്ന് മാത്രം. ഇനി കോസ്റ്റ്യൂമിൻ്റെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഡയമണ്ട് ഒട്ടിച്ചെടുക്കണതാകും. ഇപ്പോൾ തന്നെ നമ്മളെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പിന്നിങ് വീഡിയോ കമ്മിങ് ആണ് കേസ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ സ്പിന്നിങ് വീഡിയോ റെഡി ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേസ്, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അടിക്കുള്ളതൊക്കെ ഓൾഡ് ഞാൻ ആ കളിക്കുന്ന ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഈ ഒരു ടീഷർട്ടും കാണലൊക്കെ നിങ്ങൾക്ക് അറിയാം ഗൈസ്, ആ സ്മൈലുള്ളത് ഇതൊക്കെ ഓൾഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സും കാണലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതാക്കുക. നമ്മളെ മൈക്കും കാണലൊക്കെ ചെറിയൊരു കംപ്ലൈൻറ്റ് ആയിട്ട് അത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ റെക്കോർഡർ വഴി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ നോയ്സും കാണലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻ ആക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കളക്ഷൻ വീഡിയോ ഇരുന്ന് കണ്ടേക്ക്. നമ്മുടെ പാൻറ്റിൻ്റെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ BTSൻ്റെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ മാജിക് ക്യൂബും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ ഡയമണ്ട് കൊടുത്തിട്ടുള്ള ബണ്ടിലെ പാൻറ്റാലോ, ഇതെങ്ങനെ എവിടെ കിടന്ന് നമുക്ക് എന്തായാലും സ്റ്റാറാക്കി ഇടാം. എന്തായാലും ഞാൻ ആ പാൻറ്റൊന്നും ഇടാൻ പോണില്ല, എന്നാലും സ്റ്റാറായി ഇരുന്നോട്ടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാൻറ്റിൻ്റെ കളക്ഷനൊന്നും അധികം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ കഴിച്ചു. ഞാനിപ്പോൾ കുറച്ച് കാലത്തിന് കളി നിർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ കളിക്ക് വന്നതാണ്. അതുകൊണ്ട് അത്രയും കാലം കിട്ടുന്ന ബണ്ടിൽസ് ഒന്നും മിസ്സായി. അത് ഫ്രീ ആയിട്ടായാലും നമുക്ക് കളക്ഷൻ കൂട്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ എടുത്തില്ല. നമ്മൾ കളി കുറച്ച് കാലത്തിന് നിർത്തിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഇതാക്കി. ഞാനന്ന് സ്പിന്നിങ് വീഡിയോ ചെയ്യണ സമയത്ത് സ്പിന്നിങ്ങിന് മാത്രമായിരുന്നു ഇതിൽ കയറിണ്ടായിരുന്നത്. ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ കളിക്കലൊക്കെ കുറവ് വരുന്നത്. തോന്നിയാൽ ചിലപ്പോൾ കയറി കളിക്കും. അപ്പോൾ പാൻറ്റിൻ്റെ കളക്ഷനും ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഷൂ കളക്ഷനാണ്, നിങ്ങളതൊന്ന് കണ്ടിട്ട് പോയോ. അപ്പോൾ നമ്മുടെ ഷൂ കളക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 ഫുൾ ബണ്ടിലാണ്. ഇതേതോ നമ്മുടെ തുന്തസൗറിൻ്റെ ഈവൻ്റൊക്കെ വന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ ഇമോട്ട് കളക്ഷൻ കാണിച്ചാൽ ഗൈസ്, ഇത് ബുയാപാസ് വഴി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഇമോട്ട് ഞാൻ ബുയാപാസിൽ എടുത്തതാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഇത് ഞാൻ ഡയമണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ പകുതി മുക്കാലും ഡയമണ്ട് കൊടുത്തിട്ടും പകുതി മുക്കാലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെയാണ്. ഇത് നമ്മളെ ലക്കി വീൽ വന്നില്ലേ, അപ്പോൾ അതിലെടുത്തതാണ്. അതിൻ്റെ വീഡിയോ കമ്മിങ് ആണ് ഗൈസ്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടണം.
അപ്പോൾ ഇതൊക്കെ ഫ്രീ അല്ല, ഈ CR7 നമ്മൾ ഡയമണ്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഗൈസ് തോന്നുന്നു. ഫ്രീ ആയിട്ട് തന്നെയാവും. അല്ലാണ്ട് ഇപ്പം എങ്ങനെ കിട്ടാനാ? ഞാൻ ഡയമണ്ട് കൊടുത്ത് അധികം ഇമോട്ടൊന്നും എടുക്കാറില്ല. കുറച്ചൊക്കെ ബുയ പാസ് എടുക്കുമ്പോൾ മാത്രം കിട്ടാറുള്ള ഇമോട്ടുകളും പിന്നെ നമ്മൾ ലക്കി വീൽ വഴി കിട്ടണ ഇമോട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത്രക്കുള്ളൂ ഇമോട്ട് കളക്ഷൻ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇമോട്ട് നമ്മൾ കളക്ഷൻ കൂട്ടണം ഗൈസ്. ഇമോട്ടൊക്കെ അത്യാവശ്യം എടുക്കണം. പിന്നെ ഒരു ആനിമേഷൻ കാണാനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഗോൾഡൻ ജുബലിലെ ആനിമേഷനാണ്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഡയമണ്ട് ഒട്ടിച്ചെടുത്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ കാണാത്തതിൻ്റെ കാണാം. സ്പിന്നിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ഔട്ട് വെച്ചാൽ കാണാം. പിന്നെ നമ്മളെ ഇത് ബാക്ക് പാക്കിൻ്റെ സ്കിന്നും കാണലൊക്കെയാണ്. ബാക്ക് പാക്കിൻ്റെ 34 സ്കിന്നും കാണലൊക്കെ ഉണ്ട്. ഇതൊന്നും അധികം നോക്കാറില്ല ഗൈസ്. ഇതൊന്നും ഞാൻ അധികം അങ്ങോട്ട് ഇതാക്കാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല. നമ്മളെ പാരച്ചൂട്ടിൻ്റെ ആണ്. ഇത് കിടില്ലല്ലോ, എങ്ങനെ കിട്ടിയാണാവോ എന്തോ. നമുക്ക് എന്തായാലും അടുത്ത് ഇതാണ് സ്കൈവിങ്ങിൻ്റെ. ഇത് 2 ഉണ്ട്. അതതിൻ്റെ സ്കിന്ന് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഇത് ഡൗൺലോഡ് ആക്കാൻ വെക്കാം. പിന്നെ നമ്മളെ ഇതാണ് സ്കൈ ബോർഡ് ഞാൻ യൂസ് ആക്കാറില്ല. നമ്മളെ സ്കൈവിങ് ഉള്ളതുകൊണ്ട് ഞാൻ സ്കൈ ബോർഡൊന്നും നോക്കാറില്ല. അപ്പോൾ ഇതും കുറച്ചധികം ഉണ്ട് ഗൈസ്. ഇതിലും അത്യാവശ്യം അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മ്യൂസിക്കാണ് ഗൈസ്, അത് എല്ലാവരെങ്കിലും ഉണ്ടാവും. നമ്മുടെ വെഹിക്കിൾ കളക്ഷൻ ഒന്നും നിങ്ങൾ കണ്ടിട്ട് പോയി. നമ്മൾ റോൾസ് റോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു കാറിൻ്റെ സ്കിന്ന് മറ്റേ ഗോൾഡൻ ഗിബിലാന്നില്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതെന്താണ് 2 ബൈക്കിൻ്റെ സ്കിന്ന് ഒരേപോലെ? അതെങ്ങനെ 2 ബൈക്കിൻ്റെ സ്കിന്നൊക്കെ കിട്ടുമോ ഒരേപോലത്തെ? എന്തായാലും ആവട്ടെ. നമുക്ക് എന്തായാലും മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്നിങ്ങുകളൊക്കെ നിങ്ങളെന്തായാലും ഈ ഒരു കാറിൻ്റെ സ്കിന്നിങ്ങുകളൊക്കെ കണ്ടിട്ട് പോയോ? അങ്ങനെ നമ്മളെ കാറിൻ്റെ സ്കിന്നിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊഫൈലൊന്നും ആരും കാണിക്കില്ല തോന്നുന്നില്ലേ. എന്നാലും ഞാൻ വെറൈറ്റിക്ക് കാണിക്കണം ഗൈസ്. ഇത്ര പ്രൊഫൈൽ എങ്ങനെ ഉള്ളൂ, അതൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളതാവും. ഞാൻ Fൻ്റെ മാത്രമാണ് ഡയമണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആനിമേഷനുള്ള ഈ ഒരു ബാനറും അവതാർ ബാനറും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെ പണ്ടെനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ പണ്ട് ഹീറോയ്ക്കും ഇതൊക്കെ അടിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അധികമൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മളെ ഈ ഒരു CS കാര്യങ്ങളൊക്കെ മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ഒരു ബാനർ പോലെ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ്, ഈ ഇൻവൈറ്റ് വരുന്നതുകൊണ്ട് ചെറുതായിട്ട് ഫോണിൽ ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ എത്ര ഉള്ളൂ. നമുക്ക് ഇതിൽ വല്ലാണ്ട് ഇതൊന്നും ഇല്ല. നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോയല്ലോ. നമ്മുടെ കയ്യിൽ 4 ഇത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂ പ്രിൻ്റൊന്നും ഇല്ല തോന്നുന്നു. ബ്ലൂ പ്രിൻ്റൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മളെ ഈ ഒരു ഇതുങ്ങളൊക്കെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉപകാരമാവില്ലേ. നമ്മുടെ ഗൺ കളക്ഷൻ കാണലൊക്കെ ഞാൻ കാണിച്ചു. ഞാൻ ആകെ ഒരു ഇവോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും UMBയുടെ ഒരു ഇവോ ഗണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു ഇവോ ഗണ്ണൊന്നും ഞാൻ എടുത്തിട്ടില്ല. സംഭവം ഞാൻ ഇവോ ഗണ്ണിന് വേണ്ടി ഡയമണ്ട് ഞാൻ പൊട്ടിക്കില്ല ഗൈസ്. അത് ലെവലാക്കണമെങ്കിൽ അത്യാവശ്യം ഡയമണ്ട് പൊട്ടും. ഞാൻ ഇതിൻ്റെ UMB വരെ 3 ലെവലിൽ നിർത്തിയേക്കാണ്. അപ്പോൾ ഇതാ ഗൺ സ്കിന്നൊക്കെ എത്രയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഗൺ സ്കിന്നാണ്. പിന്നെ കുറച്ചും കൂടി അടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള ഗൺ സ്കിന്നൊക്കെ കാണാം. ആദ്യം നമുക്ക് ക്രൈറ്റ് ഒക്കെ തുറക്കുമ്പോൾ ദിവസത്തിന് കിട്ടിയിട്ടുള്ളതാണ് ഗൈസ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതൊന്നും വലിയ ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത സാധനങ്ങൾ തോന്നുന്നു. ഇതൊന്നും എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ എങ്ങനെ കിട്ടിയോ എന്തോ. എന്തായാലും കുറച്ചധികം ഉണ്ട് തോന്നുന്നില്ല. അത്യാവശ്യം ഗൺ സ്കിന്നും ഇതൊക്കെ ഉണ്ട്. നമ്മളെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നുകളൊക്കെ ഇതാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ എക്സ്പയർ ആയിട്ടുള്ള ഗൺ സ്കിന്നുകളൊക്കെയാണ് ഇത്. നമ്മളെ ഒരു മറ്റേ ക്രൈറ്റ് ഒക്കെ ഓർക്കുമ്പോൾ ദിവസത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിച്ച് ഇതാക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മളെ അക്കൗണ്ടിലത്തെ കളക്ഷൻ കാണലൊക്കെ വലിയ റിച്ച് ആയിട്ടുള്ള കളക്ഷൻ ഒന്നല്ല. ഞാൻ ഈ കളക്ഷൻ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതായിട്ട് കളക്ഷൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ രണ്ടാമത് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചൊന്ന് ചെയ്യിക്കലുണ്ട്. ബ്രോയുടെ കളക്ഷൻ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന്. എന്തുണ്ടായിട്ടാണോ എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. കളക്ഷൻ വീഡിയോ ഇതാ ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കേസ് വീഡിയോ കാണലൊക്കെ. പിന്നെ ലക്കി വീലൊക്കെ എത്ര പേര് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. ഞാൻ ഈ മാസ്ക് എടുക്കണ്ടേ വിചാരിച്ചിട്ടാണ് കേസ്. അത് 100 ഡയമണ്ട് എടുത്തിട്ട് വലിയ വർക്കൊന്നും ഇല്ല കേസ്. അതൊന്നും എടുക്കണ്ടേ. നമ്മളെ സ്കിഡ് ഗെയിമിൻ്റെ മറ്റേ ബണ്ടിലൊക്കെ വരുമ്പോൾ എടുക്കാനാണ് ഞാൻ ഡയമണ്ട് കൂട്ടിക്കണത്. ഇത്രയുള്ള നമ്മളെ കളക്ഷൻ വീഡിയോ കാണാനൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലമായിട്ട് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.